എന്ത് പണി? ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിത 800 രൂപ കിട്ടും. അത് വീട്ടിലെ ചിലവും കുടുംബത്തിലെ ചിലവൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒന്നും ബാക്കിയില്ല. എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ ഒരു മാർഗമുണ്ട്. നീ ഒന്ന് സഹകരിച്ചാൽ നമുക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാം. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നീ വലിയ തിരുവാതിര കളിക്കാരും തിരുവാതിര പിള്ളേരെ പഠിപ്പിക്കുന്നൊക്കെ ആളല്ല. നമുക്കൊരു തിരുവാതിര മെഗാ ഫെസ്റ്റിവൽ വയ്ക്കാം. ഒരു ലോക റെക്കോർഡ് മെഗാ ഫെസ്റ്റിവൽ. നീ നിന്നെ അറിയണ ടീച്ചർമാരോടും പിള്ളേരോടൊക്കെ പറയാം, അങ്ങനെ നമുക്കൊരു ഫെസ്റ്റിവൽ വയ്ക്കാം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഒത്തിരി പേരെ അതിലത്ത് പങ്കെടുപ്പിക്കാം. ഏകദേശം ഒരു 10-20,000 പേരെ അതിലത്ത് പങ്കെടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ മെഗാ തിരുവാതിര ഫെസ്റ്റ്. ഈ തിരുവാതിര ഫെസ്റ്റിൽ പങ്കെടുക്കുന്നവർക്ക് നമ്മൾ ഒരു സർട്ടിഫിക്കറ്റും കൊടുക്കും. അപ്പോൾ നമുക്ക് അത് ലോക റെക്കോർഡിലേക്ക് പോകാനുള്ള ആളുകളെ കൂട്ടിയിട്ട് വേണം ഈ തിരുവാതിര ഫെസ്റ്റ് നടത്താൻ. അപ്പോൾ നീ അറിയണ ടീച്ചർമാർ, നീ അറിയണ കുട്ടികൾ, ഇവരെ കൂടെ ഒക്കെ ഇതിൽ പങ്കെടുക്കാൻ പറയാം. ഇതിൽ നമുക്കെന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇതിൽ ഓരോ കുട്ടികൾ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു കുട്ടിക്ക് രജിസ്ട്രേഷൻ ഫീസായിട്ട് 3200 രൂപ വെച്ച് വാങ്ങാൻ പറ്റും. ഈ 3200 രൂപ വാങ്ങുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ കൊണ്ടുവരുന്ന ടീച്ചർമാർക്ക് 200 രൂപ കൊടുക്കാം. 200 രൂപ കമ്മീഷനായിട്ട്. അപ്പോൾ ടീച്ചർമാരെല്ലാവരും എന്ത് ചെയ്യും? കൂടുതൽ പിള്ളേരെ കൊണ്ടുവരും. കൂടുതൽ പിള്ളേരെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു 10-20,000 പേരെ ഒക്കും. 20,000 പേരെ ഒക്കില്ലേ? അതുപോലെ തന്നെ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരേ തരത്തിലുള്ള സെറ്റ് സാരി, ബ്ലൗസ് ഇതൊക്കെ നമ്മളാണ് കൊടുക്കുന്നത്. സംഘാടകർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു സെറ്റിന് ഒരു 1200 രൂപ വെച്ച് ഒരാളെ ഈടാക്കാൻ പറ്റും. അപ്പോൾ 1200 രൂപ വെച്ച് നമ്മൾ സെറ്റിന് ഈടാക്കുകയാണ്. ഇതിലെന്താ മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരാൾക്ക് 3200 രൂപ വെച്ച് ഒരാളിൽ നിന്ന് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങുമ്പോൾ നമ്മൾ 200 രൂപ ടീച്ചർമാർക്ക് കൊടുക്കുമ്പോൾ നമുക്ക് 3000 രൂപ വെച്ച് ഒരാളെ നിന്ന് കിട്ടുന്നു. നമുക്ക് ഒരാളെ നിന്ന് 3000 വെച്ച് 20,000 പേർക്ക് 3000 കിട്ടുമ്പോൾ നമുക്ക് എത്രയായി? 6 കോടി രൂപ നമ്മുടെ കയ്യിലായി. ഇനി നമുക്ക് നമ്മുടെ ഡ്രസ്സില്ലേ, കുട്ടികൾക്ക് കൊടുക്കുന്ന ഡ്രസ്സ്, കുട്ടികൾക്കല്ല, ഇതിൽ പങ്കെടുക്കുന്ന തിരുവാതിരയ്ക്ക് പങ്കെടുക്കുന്നവർക്ക് ഒരേ രീതിയിലുള്ള സെറ്റ് സാരിയൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽസ് നമുക്ക് വെറും 300 രൂപയ്ക്ക് സെറ്റ് സാരി തരും. നമ്മൾ കൊടുക്കുന്നത് 1000 രൂപയ്ക്കാണ്. നമുക്കപ്പോൾ ഒരു സെറ്റ് സാരിയിൽ നിന്നും 700 രൂപ ലാഭം കിട്ടും. എന്ന് ചിന്തിച്ചേ, ഒരു സെറ്റ് സാരിയിൽ നിന്ന് 700 രൂപ ലാഭം. അങ്ങനെ നമ്മൾ 20,000 പേർക്ക് കൊടുക്കുമ്പോൾ എത്രയായി? 1,40,00,000 രൂപ നമുക്ക് ആ ഇനത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇതെല്ലാവരും കൂട്ടി നമുക്കൊരു 7,40,00,000 രൂപ കിട്ടും. ഈ 7,40,00,000 രൂപയ്ക്ക് നമ്മൾ കുറച്ച് പൈസ ചിലവാക്കുന്നുണ്ട്. അതായത് സർട്ടിഫിക്കറ്റ്, നോട്ടീസ്, പിന്നെ ഏതെങ്കിലും നേതാവോ സിനിമാ നടീനെയൊക്കെ വിളിച്ച് നമുക്കൊരു ഉദ്ഘാടനം നടത്തണം, ഒരു ഗ്രൗണ്ട് എടുക്കണം, ഒരു സ്റ്റേജ് പണിയണം. അപ്പം നമുക്ക് എല്ലാവരും കൂട്ടി ഒരു 20 ലക്ഷം രൂപ ചെറുതായിട്ട് അങ്ങോട്ട് മുടക്കാം. എന്നാലും പോയിട്ട് നമുക്ക് ബാക്കി 7,20,00,000 രൂപ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ നമ്മൾ പരമാവധി 20,000 പേര്, അതിൽ 20,000 മുകളിൽ നമ്മൾ പങ്കെടുപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ, അതായത് നമുക്ക് കോടികളുടെ പൈസയാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. നമ്മൾ ചിലവാക്കുന്നത് നിസ്സാരം. ഒരു ചാത്തൻ സർട്ടിഫിക്കറ്റ് അടിക്കുക, പിന്നെ ഒരു സ്റ്റേജ്, ഒരു ഗ്രൗണ്ട്, അതിൻ്റെ വാടക, അതൊക്കെയാണ് നമുക്ക് ചിലവാക്കുന്നത്. പിന്നെ ഒരു സെലിബ്രിറ്റിയോ അല്ലെങ്കിൽ ഒരു നേതാവിനെ വിളിച്ച് ഉദ്ഘാടനം നടത്തണം. അതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടി വന്നൊരു 20 ലക്ഷം രൂപ ചിലവ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ബാലൻസ് 7,20,00,000 രൂപ നമ്മുടെ പോക്കലിലാവാണ്. ഏകദേശം നമുക്ക് ഒരു മാസത്തെ വർക്കുള്ളൂ. അപ്പോൾ ആ ഒരു മാസത്തെ വർക്ക് കൊണ്ട് നമുക്ക് 7,20,00,000 രൂപ നമ്മുടെ പോക്കലിലാവും. ഇത് വേറെ എത്ര ജന്മം പണിയെടുത്താലും ഇത്ര കാശ് കിട്ടില്ല. അപ്പോൾ നമ്മളൊന്ന് അറിയാവുന്ന ആൾക്കാരുടെയൊക്കെ അറിയിച്ച് ഈ മെഗാ തിരുവാതിര ഫെസ്റ്റ് ലോക റെക്കോർഡ് ഗിന്നസ് ബുക്കിലേക്ക് കയറാനുള്ള ഒരു ഫെസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അറിയാവുന്ന ആളുകളോടൊക്കെ പറഞ്ഞ് എത്രയും വേഗം ഈ ഫെസ്റ്റ് സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ഒരു പണിയില്ലാണ്ട് പെട്ടെന്ന് കാശുണ്ടാക്കാനുള്ള ഒരു മാർഗ്ഗമായി. മനസ്സിലായോ? എന്നാലും നിങ്ങൾ സമ്മതിക്കണം. ഇപ്പോൾ ബുദ്ധിയുള്ളവരൊക്കെ ഇതൊക്കെയാണ് ചെയ്യണത്, അത്രേ ഉള്ളൂ. അപ്പോൾ നീ വേഗം ആളെ ചേർക്കാനുള്ള എല്ലാവരും അറിയിക്കാനുള്ള മാർഗം ചെയ്തോ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു. ഓക്കെ.